ഞങ്ങളെ 3 കൊല്ലം മുന്നേ വാങ്ങിയിട്ടുള്ള റംബൂട്ടാൻ വിളവെടുപ്പാട്ടോ. കായ്ച്ച് ചുവപ്പാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, കാരണം അന്നൊന്നും ഇപ്പോഴല്ല സീസർ എന്നൊക്കെയുള്ള പേര് വന്നത്. ഇപ്പം അങ്ങനത്തെ പേരൊന്നുമില്ല, അന്ന് അങ്ങനത്തെ പേരുകളൊന്നുമില്ല. അപ്പോൾ അത് ഞങ്ങളൊന്ന് പറക്കുകയാണ്. പറിച്ചിട്ട് ഉണ്ട്, അതൊക്കെ നല്ല കളറായി തുടങ്ങി. എണ്ണാക്കോട്ടം വന്നാൽ പിന്നെ സാധനം കിട്ടൂല. അതിനുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം കുറച്ച് പറിക്കണത്. നമ്മളുണ്ടാക്കിയത് പറിച്ച് തിന്നാനാ തന്നെ ഒരു ഭയങ്കര സന്തോഷമുള്ള കേസല്ല. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്യണം. ഈ ഒരു കഷ്ണം പോന്നോട്ടെ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ പ്ലൂണിങ് കൂടിയായി. അതാണ് അങ്ങനെ കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അണ്ണാക്കോട്ടം കണ്ടാൽ ഈ സാധനം പിന്നെ നമുക്ക് കിട്ടൂല. അണ്ണാക്കോട്ടത്തിന് എന്താ സംഗതി എന്നല്ല മനസ്സിലായിട്ടില്ല. ഈ റംബൂട്ടാൻ എന്ന് പറഞ്ഞ സാധനത്തിന് ഓവർ വെയിൽ പാടില്ല. വെയിലുണ്ടായിട്ടാണ് ഈ ഇലകളൊക്കെ കൊഴിഞ്ഞു. ഇത് കണ്ടമാനം പൂത്തതേനി. ആ പൂത്തതൊക്കെ ചൂടിനെ കൊണ്ട് ഉണങ്ങി വീഴുക ഇത്. അപ്പോൾ ഒരുവിധം പഴുത്തതൊക്കെ ഞാനിട്ട് പറക്കുകയാണ്. ഈ മഴ ആയതുകൊണ്ട് ഇത് പഴുക്കാൻ കുറച്ച് പണി ഉണ്ടാവും. അതിനോണ്ടാണ് ഞങ്ങൾ പറക്കണത്. പല ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇപ്പോൾ സ്കൂൾ ബോയ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പക്ഷെ അത് ഏതാണെന്ന് എന്ത് ബോയ് ആണെന്ന് നമുക്ക് അറിയില്ല. ഇപ്രാവശ്യം കുറവാണ്ടത്. അടുത്ത കൊല്ലമൊക്കെ നമുക്ക് കൂടുതലുണ്ടാവും. ഓസേ നോക്കട്ടെ കേട്ടോ. ഇത് തോടുമലൊന്നും ഒട്ടാത്ത ടൈപ്പാണ്. നല്ല ഇതിലാണ്, ഫ്ലേവർ ടൈപ്പാണ്. നോക്കട്ടെ, ഉണ്ടോ? അത്യാവശ്യം നല്ല മധുരമുണ്ട്. പച്ച കുറച്ച് കേട്ടോ. ഇന്നുകൂടെ പഴുക്കണം. വവ്വാലിൻ്റെ ശല്യം കൊണ്ടാണ് ഇതിപ്പോൾ. വവ്വാൽ വന്നില്ല ഇവിടെ. നല്ല ഇത് ആദ്യമായിട്ടൊക്കെ ഇവിടെ കായ്ക്കുന്നത്. അത്യാവശ്യം മധുരമുണ്ട്. ഇത് പരപ്പനാട് ഹെർബലിൽ നിന്ന് വാങ്ങിയ തൈയാണ്. എൻ്റെ പോസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.